ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പഴംപൊരി ആയാലോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ പഴം രണ്ടാക്കിയാണ് പൊളിച്ചത്. അപ്പോൾ ഇത്തിരി കനം കൂടിപ്പോയേ. അപ്പോൾ ഞാൻ പിന്നീട് എടുത്തപ്പോൾ അത് മൂന്നാക്കി മുറിച്ച്. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് കനായാലും കൊള്ളില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് കടലമാവാണ് എടുത്തിരിക്കുന്നത്. കടലമാവില്ലെങ്കിൽ മൈദയിലാണെങ്കിലും ഉണ്ടാക്കാം. കടലമാവും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പും ഇടണം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇടണേ. ഈ കടലമാവ് ഇടുന്നത് കൊണ്ട് തന്നെ ഒരു മഞ്ഞ നിറം ഉണ്ടാവും, എന്നാലും ഒരല്പം മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ്, നല്ലൊരു നിറം കിട്ടും. 2 സ്പൂൺ പഞ്ചസാര, പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇടണേ. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇടണേ. ഒരു നുള്ളിട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ആ പൊടികളെല്ലാം എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടുമേ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കലക്കിയെടുക്കാനായിട്ട്. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അങ്ങോട്ട് നീണ്ടു പോകും. അപ്പോൾ കുറേശ്ശെ ഒഴിക്കുമ്പോൾ നമുക്ക് ആ അളവ് മനസ്സിലാവുമേ. അപ്പോൾ വെള്ളം പോരാ, കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം, കട്ടയൊന്നുമില്ലാതെ. നല്ലപോലെ അമർത്തി ഇളക്കിയാൽ മതിയേ. ഇനി ഇതിലേക്ക് ജീരകവും ഒരല്പം എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ജീരകം പൊടിച്ചിട്ടൊന്നുമില്ല, വെറുതെയാണ് ഇടുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണേ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പഴമല്ലേ ഉള്ളൂ. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് പഴം ഒന്ന് മുറിച്ചെടുക്കാം. ഞാനപ്പോൾ ആദ്യം രണ്ടാക്കിയാണ് പൊളുന്നത്. അപ്പോൾ ഇത്തിരി കനമുണ്ടേ. അപ്പോൾ ഞാനോർത്ത് 3 കഷ്ണമാക്കാമെന്ന് ഓർത്ത്. ഒത്തിരി കനായാലും കൊള്ളില്ല. ഉള്ളൊക്കെ വെന്ത് വരാനായിട്ട് സമയമെടുക്കുമേ. ഇത് നമുക്ക് 3ആക്കി മുറിക്കാം. 3ആക്കി മുറിച്ചാലും കുഴപ്പമില്ലാത്ത തരത്തിൽ അധികം നൈസൊന്നുമല്ല. ഇതുപോലെ നമുക്കെല്ലാം മുറിച്ചെടുക്കാം. അപ്പോൾ എണ്ണയുടെ തീ ഞാൻ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇടുമ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. മുക്കി ഇങ്ങനെ നല്ലതുപോലെ പിടിക്കുന്നുണ്ട് അതിൽ. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നിറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നില്ല, 3 ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒന്നിനൊന്ന് തൊടാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടകളിൽ കാണുന്ന പോലെ നല്ല വീർത്തിരിക്കുവേ. എന്തായാലും ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ല. അപ്പോൾ അതേ നമുക്കൊന്ന് പതുക്കെ അനക്കിയൊക്കെ ഇട്ട് കൊടുക്കാം, മറിച്ചിട്ട് കൊടുക്കാം. ഒരല്പം നേരം കഴിഞ്ഞതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേനും കയ്യിലൊക്കെ പിടിച്ചിരിക്കുവേ. ഇനി ഇതിവിടെ കിടന്ന് മൂക്കട്ടെ. അപ്പോൾ ഇടയ്ക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഒരു അരിപ്പ പാത്രത്തിലേക്കാണ് കോരി ഇടുന്നത്.
ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ മുക്കിയിട്ട് കൊടുക്കാം മാവിൽ. തുമ്പത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് അനക്കിയിട്ട് വേണേ, അപ്പോൾ ആ ഉള്ള മാവങ്ങോട്ട് താഴത്തേക്ക് വീണ് പൊക്കോളും. 3 ഇട്ട് കൊടുക്കാം. ഇതും ഒരല്പം നേരം കഴിഞ്ഞ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ താങ്ക് യു.